പ്രഗ്നൻസിയിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങാവൂ. ഡെലിവറിക്ക് ശേഷം സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും സ്റ്റിച്ച് ഉണ്ടല്ലോ. അപ്പോൾ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്, മേളിലേക്ക് നടന്ന് കയറാവും. എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണിത്. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥയല്ല, അതൊരു നാച്ചുറൽ ഫിനോമിനനാണ്. അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു അതൊക്കെ നിങ്ങൾക്ക് പ്രഗ്നൻസിയിലും ചെയ്യാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വീഴരുത്. അപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ സ്ലിപ്പാവാതെ വീഴാതെ നോക്കുക. അങ്ങനെ വീണ് കഴിഞ്ഞ് വയറിൽ വല്ല ഇടിച്ച് പ്രശ്നമുണ്ടായി അങ്ങനെ ഉണ്ടാകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്ലിപ്പേഴ്സൊക്കെ യൂസ് ചെയ്താണ് വീട്ടിൽ നടക്കുന്നത് എങ്കിൽ ഗ്രിപ്പുള്ള സ്ലിപ്പേഴ്സ്, ഹീൽസ് ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് എല്ലാം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കയറുമ്പോൾ വയറൊന്ന് സപ്പോർട്ട് ചെയ്ത് റെയിൽസിലൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് വളരെ സൂക്ഷിച്ച് കയറുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. അതുപോലെ തന്നെ സിസേറിയന് ശേഷമാണെങ്കിലും നിങ്ങൾ ഡിസ്ചാർജായി 5th ഡേ ഒക്കെ വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിലെ റൂമിൽ ഓഫ്കോഴ്സ് താമസിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറിയെന്ന് ഒന്ന് ചുമച്ചു നോക്കുമ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോകാനൊന്നും പോകുന്നില്ല. സപ്പോർട്ടോട് കൂടി വീഴാതെ മുകളിലേക്ക് കയറുന്നതുകൊണ്ട് ഒരു തെറ്റില്ല. ആവശ്യമെങ്കിൽ നമുക്കൊരു സപ്പോർട്ടിനായിട്ട് ഒരു അഗ്രഹം വാങ്ങിയിട്ട് വാങ്ങും. അതുകൊണ്ട് ലോ റിസ്ക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതിന് ഒരു കോൺട്രാക്ടേഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പറ്റാത്ത ചില കണ്ടീഷൻ. ഒന്ന് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ താഴെയാണ്, അങ്ങനെ വീടിന് കണ്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കയറുന്നത് അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഷോർട്ട് നിങ്ങളുടെ സർവീസിന് ലെങ്ത് കുറവാണ്, അതൊന്ന് ഓപ്പൺ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൗണ്ടിൽ റെസ്റ്റ് എടുക്കാനായിരിക്കും കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യങ്ങളിലും സ്റ്റെപ്പ് കയറുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തലകറക്കം അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ തല കറങ്ങി താഴെ വീഴാനുള്ളൊരു റിസ്ക് ഉള്ളത് കൊണ്ട് കയറുന്നത് അവോയ്ഡ് ചെയ്താൽ നന്നായിരിക്കും.